ഇക്കഴിഞ്ഞ വാലന്റൈൻസ് ദിനത്തിൽ ഹരിയാനയിൽ നിന്ന് പുറത്തു വന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു. ഒരുമിച്ചിരുന്ന് അവർ അത്താഴം കഴിച്ചു, കൈകോർത്ത് വീട്ടിലേക്ക് മടങ്ങി. തൊട്ടു പിന്നാലെ ഭീകരമായൊരു കൊലപാതകം. പ്രണയദിനത്തിന്റെ അന്ന് സ്വന്തം ഭർത്താവിന്റെ കൈകളാൽ മഹക് എന്ന യുവതിക്ക് ജീവൻ വെടിയേണ്ടി വന്നു. എന്നാൽ പോലീസ് ചുരുളഴിച്ചപ്പോൾ വെളിപ്പെട്ടത് ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളായിരുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 25-ന് വിവാഹിതരായവരാണ് മഹക്കും അൻഷുലും. ഹിസാർ സ്വദേശിയായ അൻഷുലും ഹാൻസി സ്വദേശിനിയായ മഹക്കും തമ്മിലുള്ള വിവാഹം ഒരുപാട് സ്വപ്നങ്ങളോടെയായിരുന്നു. ഗുരുഗ്രാമിലെ ഒരു ബാങ്കിൽ ജോലി ചെയ്യുകയായിരുന്നു മഹക്. പ്രണയദിനത്തിൽ വൈകുന്നേരം അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. പിന്നീട് രാത്രി 11 മണിയോടെ ഭർത്താവ് അൻഷുൽ പോലീസിനെ വിളിക്കുന്നു. അജ്ഞാതരായ ചിലർ ഞങ്ങളെ കൊള്ളയടിക്കാൻ ശ്രമിച്ചു, ഭാര്യയുടെ കഴുത്തറുത്തു. ഞെട്ടിക്കുന്ന ആ വാക്കുകൾ കേട്ട് പോലീസ് ഉദ്യോഗസ്ഥരും പകച്ചുപോയി. എന്നാൽ ഒരു സാധാരണ കവർച്ചാശ്രമമായിരുന്നില്ല അത്. സംശയത്തിന്റെ കരിനിഴൽ വീണ ആ വീട്ടിൽ കുറ്റവാളിയെ കണ്ടെത്താനുള്ള പോലീസിന്റെ അന്വേഷണം തുടങ്ങി. അൻഷുലിന്റെ മൊഴികളിൽ വൈരുദ്ധ്യങ്ങളായിരുന്നു നിറയെ. അതുകൊണ്ട് തന്നെ പലപ്പോഴും പോലീസിന് സംശയങ്ങളുണ്ടായിരുന്നു. പലതവണ മൊഴി മാറ്റി പറയുന്നു ഇയാൾ. അക്രമികളെക്കുറിച്ച് വ്യക്തമായ വിവരം നൽകാൻ കഴിയുന്നില്ല. പോലീസ് ചോദ്യം ചെയ്യൽ ശക്തമാക്കിയപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടന്റായ അൻഷുൽ ഒടുവിൽ കുറ്റം സമ്മതിക്കുകയായിരുന്നു. മഹക്കിന്റെ സ്വഭാവത്തിൽ അൻഷുലിന് സംശയങ്ങളുണ്ടായിരുന്നു. അത് പതിവ് വഴക്കുകളിലേക്ക് നയിച്ചു. ഒടുവിൽ ആ സംശയവും ദേഷ്യവും ഒരു ഭർത്താവിനെ കൊലപാതകിയാക്കി മാറ്റി. ഒരു മുൻകരുതൽ എന്നോണം കയ്യുറകൾ ധരിച്ചാണ് അൻഷുൽ ആ ക്രൂരകൃത്യം ചെയ്തത്. ആദ്യം മഹക്കിനെ ശ്വാസം മുട്ടിച്ചു, പിന്നീട് കത്രിക ഉപയോഗിച്ച് കഴുത്തറുത്ത് കൊലപാതകം നടത്തി. അതേസമയം ഇവർ തമ്മിൽ മറ്റൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നുവെന്ന് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നുണ്ടായിരുന്നു. ഒരു തരത്തിലും ഇവർ തമ്മിൽ വഴക്കുകളോ ഒന്നും പുറത്തേക്ക് കേട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കൊലപാതകം ആർക്കും വിശ്വസിക്കാൻ സാധിക്കാത്തതും. അതേസമയം പലപ്പോഴും ഭാര്യയെ ഭർത്താവ് സംശയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പലതരത്തിലും വഴക്കുകൾ ഉണ്ടായിരിക്കാമെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. കവർച്ചാ സംഘമാണ് തന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയതെന്ന് ഇയാൾ തുടക്കം പറഞ്ഞിരുന്നുവെങ്കിലും പോലീസിന്റെ സംശയമാണ് ഇത്തരത്തിൽ ഭർത്താവിനെ വിലങ്ങണിയിച്ചത്. കൊലപാതകത്തിന് ശേഷം അൻഷുലിന്റെ പെരുമാറ്റത്തിൽ ഒട്ടനവധി സംശയങ്ങൾ മഹക്കിന്റെ പിതാവിന് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹവും ഈ ഒരു കാര്യം പോലീസിനെ അറിയിച്ചിരുന്നു. പിന്നീട് പോലീസും ചോദ്യം ചെയ്തപ്പോൾ മൊഴികൾ മാറ്റി മാറ്റി പറയുകയായിരുന്നു യുവാവ്. തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് താൻ ഭാര്യയെ കത്രിക ഉപയോഗിച്ച് കഴുത്തറുത്ത് കൊന്നു എന്ന് പറയുന്നത്. അതേസമയം ഇത്തരത്തിലുള്ള സംശയമാണോ ഈ കൊലപാതകത്തിൽ കലാശിച്ചത് എന്നതിലടക്കം പോലീസിന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. വളരെ സന്തോഷമായി പോയ ആ ഒരു ദിവസം തന്നെയായിരുന്നു അവരുടെ ജീവിതത്തിലേക്ക് ആ ദുരന്ത കഥയും എത്തിയത്.